I said minorities, particularly the Muslim minorities, if they are poor, they have prior claims on the resources of the country. നമസ്കാരം. രാജ്യത്തിന്റെ സ്വത്തിൽ പ്രഥമ പരിഗണന മുസ്ലിങ്ങൾക്കാണ് കോൺഗ്രസ് കൊടുത്തിരുന്നതെന്ന് ഈ അടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പൊതുവേദിയിൽ പറഞ്ഞിരുന്നു. ഇത് കേട്ടയുടൻ തന്നെ മോദി മുസ്ലിങ്ങൾക്കെതിരെ എന്തോ വലിയ വർഗീയത പറഞ്ഞു എന്ന രീതിയിൽ പ്രതിപക്ഷവും ഇവിടെ മാധ്യമങ്ങളും വലിയ വിവാദങ്ങളും ഉണ്ടാക്കിയിരുന്നു. എന്നാൽ മോദി മുസ്ലിങ്ങൾക്കെതിരെ അല്ല പറഞ്ഞതെന്നും ഹിന്ദുക്കൾക്ക് ഒരു പരിഗണനയും നൽകാതെ അവരെ രണ്ടാംകിട പൗരന്മാരായി കണക്കാക്കിക്കൊണ്ട് എല്ലാ പരിഗണനയും മുസ്ലിങ്ങൾക്ക് നൽകുന്ന കോൺഗ്രസിന്റെ പ്രീണന നയത്തിനെതിരെയാണ് മോദി പറഞ്ഞതെന്ന് പകൽ പോലെ വ്യക്തമായിരുന്നു. ഇന്നിപ്പോൾ കോൺഗ്രസ് അങ്ങനെ പറഞ്ഞതിന്റെ എല്ലാ തെളിവുകളും പുറത്തു വന്നിരിക്കുകയാണ്. മൻമോഹൻ സിംഗ് അങ്ങനെ പറയുന്നതിന്റെ ദൃശ്യങ്ങൾ മുഴുവൻ പുറത്തുവിട്ടിരിക്കുകയാണ് BJPയുടെ IT സെൽ മേധാവി അമിത് മാളവ്യ. I said minorities, particularly the Muslim minorities, if they are poor, they have prior claims on the resources of the country. I used the word all for all minorities, and I added for layer, particularly Muslim minorities, if they are poor, they have a prior right on the resources of the country. I stand by that. മൻമോഹൻ സിംഗ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന വീഡിയോയാണ് BJPയുടെ IT സെൽ മേധാവി അമിത് മാളവ്യ പുറത്തുവിട്ടത്. അതിൽ രാജ്യത്തെ സമ്പത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ആദ്യം അവകാശമുണ്ടെന്ന് മൻമോഹൻ സിംഗ് കൃത്യമായി മറുപടി പറയുന്നുണ്ട്. അവർ പാവപ്പെട്ടവരാണെങ്കിൽ, അതായത് ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അവർ പാവപ്പെട്ടവരാണെങ്കിൽ രാജ്യത്തിന്റെ സമ്പത്തിൽ ആദ്യത്തെ അവകാശം അവർക്കാണെന്നാണ് മൻമോഹൻ സിംഗ് പറയുന്നത്. അതായത് ഭൂരിപക്ഷ സമുദായത്തിൽ പെട്ട പാവപ്പെട്ടവർക്ക് ന്യൂനപക്ഷത്തെ പാവപ്പെട്ടവർ കഴിഞ്ഞു മാത്രമേ രാജ്യത്തെ സമ്പത്തിൽ എന്തെങ്കിലും അവകാശമുള്ളൂ എന്ന കൃത്യമായ വാദം തന്നെയാണ് മൻമോഹൻ സിംഗും UPA സർക്കാരും നടത്തിയത്. ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ, പ്രത്യേകിച്ചും പാവപ്പെട്ട ഹിന്ദുക്കളെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കുന്ന നടപടിയാണ് ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മുസ്ലിങ്ങൾക്കാണ് രാജ്യത്തിന്റെ സ്വത്തിന്റെ പ്രാഥമിക അവകാശം എന്നായിരുന്നു കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് എന്ന തന്റെ പരാമർശത്തിൽ നരേന്ദ്രമോദി ഉറച്ചു നിന്നിരുന്നു. വിവിധ കോണുകളിൽ നിന്നും വലിയ തോതിലുള്ള സമ്മർദ്ദവും വിവാദങ്ങളും ഉണ്ടായപ്പോഴും തന്റെ പ്രസ്താവനയിൽ നിന്നും അണുവിട മാറാൻ മോദി തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ രാജ്യത്തിന്റെ സമ്പത്തിന്റെ പ്രാഥമിക അവകാശം മുസ്ലിങ്ങൾക്കാണ് എന്ന് ഭാരതത്തിന്റെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറയുന്ന വീഡിയോ അദ്ദേഹം പുറത്തുവിട്ടതോടെ മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വിമർശകർ. ബീഹാറിലെ അരാരിയ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മുൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ മോദി തുറന്നുകാട്ടിയത്. ഇതോടുകൂടി മൻമോഹൻ സിംഗ് അങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്ന കോൺഗ്രസ് വാദമാണ് പൊളിഞ്ഞിരിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് മാത്രം കോൺഗ്രസ് മുൻഗണന നൽകുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലർക്ക് ദേഷ്യം വരും. കഴിഞ്ഞ ആഴ്ച മുതൽ അവർ എന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ അവയെല്ലാം വെല്ലുവിളിക്കുന്നു, മോദി പറഞ്ഞു. അതേസമയം തന്റെ അവകാശങ്ങളെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ അവഗണിച്ചുകൊണ്ട് മാധ്യമങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് ടാർഗറ്റ് ചെയ്യുകയാണെന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൽ സത്യമുണ്ടോ എന്ന വസ്തുത പരിശോധന പോലും ചെയ്യാതെയാണ് മാധ്യമങ്ങൾ എന്നെ കടന്നാക്രമിച്ചത്. ഇപ്പോൾ ആർക്കും മിണ്ടാട്ടമില്ല. എവിടെ പോയി ഇപ്പോൾ അവരൊക്കെ, മോദി തുറന്നടിച്ചു. എത്ര നിർലജ്ജമായാണ് ഒരു തുറന്ന സദസ്സിൽ മൻമോഹൻ സിംഗ് ഇന്ത്യയിൽ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന പ്രത്യേക പരിഗണന തുറന്നു പറഞ്ഞതെന്ന് ഓർക്കുമ്പോഴാണ് ഇന്ത്യയിൽ ഒരിക്കലും BJP അല്ലാതെ മറ്റാരും വരരുതെന്ന് പാവപ്പെട്ട ഹിന്ദുക്കൾ ചിന്തിച്ചു പോകുന്നത്.